നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലേക്ക് എൻഗേജ്മെന്റ് വരുന്നത് എങ്ങനെയാണ്? നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകൾ ആ വീഡിയോയിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും അതേപോലെ ആ വീഡിയോ ഷെയർ ചെയ്യുകയും ഡിസ്ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ആ വീഡിയോയിൽ കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ യൂട്യൂബ് പുതുതായിട്ട് ഇതേപോലെ ഒരു ഫീച്ചറോട് വീഡിയോകളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നോട്ട് ഓൺ വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഈ കമന്റ് ഇടുന്ന പോലും അല്ലെ ഷെയർ ചെയ്യുന്ന പോലും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഒരു ഫീച്ചർ എനേബിൾ ആവുന്നതിലൂടെ നമ്മളുടെ വീഡിയോയുടെ വാച്ച് ടൈം കുറയാനും നമ്മുടെ വീഡിയോ റിപ്പോർട്ട് ചെയ്യപ്പെടാനും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് വ്യൂ കുറയാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് ഗുണവും ദോഷവും ഉള്ള ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ വരാൻ പോകുന്ന ഈ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ നോട്ട് ഓൺ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യൂട്യൂബിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരുപാട് അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് അപ്ലോഡ് ചെയ്ത് നമ്മളൊരു വീഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് ഫേക്ക് വീഡിയോ ആണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ ആ വീഡിയോ അവസാനം വരെ കാണേണ്ടതായിട്ട് വരും. എന്നാൽ ഇനി മുതൽ ഇങ്ങനൊരു വീഡിയോ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂവേഴ്സിന് ഇത് ഫേക്ക് വീഡിയോ ആണെങ്കിൽ ഇത് ഫേക്ക് ആണ്, മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത്, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്, എന്താണോ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ജെനുവിൻ ആയിട്ട് ഒരു വ്യൂവറിന് തോന്നുന്ന കാര്യം അത് നോട്ടായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് യൂട്യൂബ് ഈ നോട്ട് നമ്മുടെ വീഡിയോയിൽ പബ്ലിക് ആക്കി വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയെ കുറിച്ച് നെഗറ്റീവായിട്ട് കുറേയധികം നോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പബ്ലിക് ആയിട്ടുള്ള നോട്ടുകൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് തന്നെ ഓരോ വ്യൂവേഴ്സിനും പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഓപ്പൺ ആക്കി നോക്കാൻ പറ്റും. അവർ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ ആ വീഡിയോ വാച്ച് ചെയ്തില്ല എന്ന് വരാം, നമുക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടേണ്ട വാച്ച് ടൈം നഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പൊ ഇങ്ങനൊരു നെഗറ്റീവ് പോയിന്റ് ഈ ഒരു ഫീച്ചറിനുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഒരു പ്രശ്നവുമില്ല, വളരെ നല്ലൊരു വീഡിയോ ആണ്. പക്ഷേ എന്റെ ഹേറ്റേഴ്സ് വന്നിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള നോട്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂട്യൂബ് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ, ആ നോട്ട് പബ്ലിക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ആയിട്ട് പോലും എന്റെ വീഡിയോയിലേക്ക് വരുന്ന ആളുകൾക്ക് ആ നോട്ട് നോക്കിയതിന് ശേഷം അവരുടെ ഒരു ഇൻട്രസ്റ്റ് പോവുകയും അവരത് കാണാതെ പോവുകയും ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതിനും പല ലെയേഴ്സ് യൂട്യൂബ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഫിൽട്ടർ ചെയ്യാനായിട്ട്. അതായത് ഈ വരുന്ന നോട്ട്, ഇപ്പം നമ്മളൊരു വീഡിയോ എടുത്ത് അതിൽ ഒരു നോട്ട് ഇട്ടു, നല്ലൊരു വീഡിയോ ആണ്, അത് കൊള്ളില്ല, പന്ന വീഡിയോ ആണെന്ന് പറഞ്ഞ ഒരു നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ യൂട്യൂബ് അത് പബ്ലിക് ആക്കും എന്ന് കരുതരുത്. യൂട്യൂബ് അത് അനലൈസ് ചെയ്യും. പല ലെയറിലുള്ള റേറ്റിംഗുകളുണ്ട്, ആ റേറ്റിംഗുകൾ വരും. ഇതിനോടൊപ്പം തന്നെ ഒരു നല്ല വീഡിയോയിൽ നെഗറ്റീവ് നോട്ട് ഇട്ടിട്ട് ആ വീഡിയോയെ ഡൗൺ ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം യൂട്യൂബ് അത് കറക്റ്റ് ആയിട്ട് നോട്ട് വെരിഫൈ ചെയ്യുകയും അതിനുശേഷം മാത്രമേ ഈ നോട്ട് അപ്രൂവ് ആകത്തുള്ളൂ. അപ്രൂവ് ആയെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോയിൽ അത് ഷോ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രോസസ്സിങ്ങുകളുടെ ഇതിനകത്തുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ഇത് ഫേക്ക് വീഡിയോകളും അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പണിയാണ്. കാരണം അവരുടെ വീഡിയോകളിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ആളുകൾ എഴുതി വെക്കുകയും അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ആ വ്യൂവേഴ്സിന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്ത് മിസ്ലീഡിംഗ് കണ്ടന്റ് ആണ്, ഇത് കാണാതിരിക്കുക എന്നുള്ളൊരു നോട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകളും അത് വിട്ടിട്ട് പോകാനാണ് സാധ്യത. അപ്പം ജെനുവിൻ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം യൂട്യൂബ് ഈ എഴുതുന്ന നോട്ടുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഓരോരോ വീഡിയോകളിലേക്കും ഇത് ആഡ് ആകത്തുള്ളൂ. അപ്പൊ ഈ ഒരു ഫീച്ചർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, US-ൽ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം US-ൽ ഇത് സക്സസ് ആയിട്ട് റൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ബീറ്റാ വെർഷനിലാണ് ഇപ്പം, തീർച്ചയായിട്ടും അധികം താമസിക്കാതെ നമുക്ക് ഇന്ത്യയിലും നമ്മുടെ വീഡിയോകളിൽ ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതാണ്, നോട്ട്സ് ഓൺ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇന്റർഫേസ് വരിക എന്നുള്ളത് ഞാനിവിടെ സ്ക്രീൻഷോട്ടിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ജെന്യൂൻ ആയിട്ടുള്ള ഒറിജിനൽ കണ്ടന്റുകൾ, നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് ഏത് അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കത്തില്ല. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ വ്യൂ കുറയുമല്ലോ അല്ലെങ്കിൽ വാച്ച് ടൈം കുറയുമല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് ഇനീഷ്യലി തോന്നും. പക്ഷേ ഇത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഫേക്ക് വീഡിയോസ് ഒരുപാട് സ്പ്രെഡ് ആകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെയൊക്കെ ആളുകൾ അതിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ആ വീഡിയോകൾ ആളുകൾ കാണാതിരിക്കാനായിട്ടുള്ള ഒരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് ഈ നോട്ട്സ് ഓൺ വീഡിയോ വരാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ളത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.